രണ്ട് ഒരു പ്രാവശ്യം 5 ലക്ഷം രൂപ, ഒരു പ്രാവശ്യം 2 ലക്ഷം രൂപ. വീണ്ടും അവർ 5-6 ലോണൂടെ എൻ്റെ പേരിലാക്കിയിരിക്കുക. അതാരെടുത്തു എന്ന് എനിക്ക് ഒരു അറിവും യാതൊന്നുമില്ല. 7 ലക്ഷം രൂപ വായ്പ എടുത്തതിൽ 16 ലക്ഷം രൂപ അടച്ചതായിട്ടുള്ള കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ കോടതിയിൽ കേസ് കൊടുത്തത് ബാങ്കുകാർക്ക് ഞങ്ങൾക്ക് അത് ബാധകമല്ല, ഞങ്ങൾ എപ്പി ചെയ്തിരിക്കും എന്ന് വിഷമത്തിലാണ്. തന്നെ ആരെങ്കിലും ചതിച്ചു എന്നാണ് അദ്ദേഹം. നമസ്കാരം. വീട് നിർമ്മാണത്തിനായി വായ്പ എടുത്ത ആളുടെ പേരിൽ വീണ്ടും വായ്പ കുടിശ്ശിക. അടച്ചിട്ടും വായ്പ തീരുന്നില്ലെന്ന പരാതിയുമായി മണിമല ഏറത്ത് വടകര സ്വദേശിയായ പൊന്നപ്പൻ ആചാരി രംഗത്ത് വന്നിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി കാർഷിക ഗ്രാമ വികസന ബാങ്കിനെതിരെയാണ് അദ്ദേഹം ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നത്. കറുകച്ചാലിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ നിന്നാണ് ഇദ്ദേഹം 2015 വായ്പ എടുക്കുന്നത്. എന്നാൽ അദ്ദേഹം 16 ലക്ഷത്തോളം രൂപ അടച്ചിട്ടും തീരുന്നുമില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ 6ഓളം തവണയാണ് വായ്പ എടുത്തിരിക്കുന്നത്. ഈ വായ്പ താനല്ല എടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീടിപ്പോൾ ജപ്തി ഭീഷണിയിലുമാണ്. പൊന്നപ്പൻ ആചാരി നമുക്കൊപ്പമുണ്ട്. എന്താണ്, ഏത് ബാങ്കിൽ നിന്നാണ് നിങ്ങൾ വായ്പ എടുത്തത്? കാർഷിക വികസന ബാങ്ക് കറുകച്ചാൽ. അവിടെ നിന്നാണ് ആകെ എടുത്തിരിക്കുന്നത്. ഒരു പ്രാവശ്യം 5 ലക്ഷം രൂപ, ഒരു പ്രാവശ്യം 2 ലക്ഷം രൂപ. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ആകെ 7 ലക്ഷം രൂപ എടുത്തു. അത് കഴിഞ്ഞ് അത് നമ്മൾ അന്ന് മുതലേ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ വീണ്ടും അവർ 5-6 ലോണൂടെ എൻ്റെ പേരിലാക്കിയിരിക്കുക. അതാരെടുത്തു എന്ന് എനിക്ക് ഒരു അറിവും യാതൊന്നുമില്ല. നിരപരാധിയായ എൻ്റെ മകളെ കൂടി ഇതിനകത്ത് കക്ഷി ചേർത്ത് മെയിൻ്റനൻസ് വർക്കിനൊക്കെ ലോൺ എടുത്തു എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മനസ്സറിവ് പോലും എനിക്കുണ്ടായിട്ടില്ല. ആദ്യം നിങ്ങൾ 2018 ലോൺ എടുക്കുന്നത്. 2015 ലോൺ എടുക്കുന്നത്. ആ ലോൺ എടുത്തു കഴിഞ്ഞ് 2018 എനിക്ക് എപ്പി നോട്ടീസ്, കുടിശ്ശികയ്ക്കുള്ള എപ്പി നോട്ടീസ് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം 6ഓളം ലോൺ എനിക്ക് വീണ്ടും തന്നിട്ടുണ്ട്. കുടിശ്ശിക ഞാൻ അടയ്ക്കാതിരുന്നിട്ടാണ് ഈ 6ഓളം ലോൺ. എന്താണ് വായ്പ അടയ്ക്കാതിരുന്നത്? നിവൃത്തിയില്ലാഞ്ഞത് കൊണ്ട് അടച്ചിൽ. അത് കഴിഞ്ഞ് എനിക്ക് 6 ലോൺ ഇവർ എൻ്റെ പേരിൽ എടുത്തിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് പറയാൻ നോക്കി വായിക്കാൻ അറിയാമോ? പിന്നെ വായിക്കാൻ അറിയാമോ എത്രയൊക്കെയാണ്? ഇതിൽ വ്യക്തമായിട്ട് 2015 അദ്ദേഹം ലോൺ എടുത്തത് 7 ലക്ഷം രൂപയാണ്. 2016 1 ലക്ഷം രൂപയും വീണ്ടും 2018 6 ലക്ഷം രൂപ, 2018 വീണ്ടും 1 ലക്ഷം രൂപ, 2019 1 ലക്ഷം, 2020 4 ലക്ഷം രൂപ, 2022 6,25,000 രൂപ. അങ്ങനെ ഏകദേശം ഒരു 17 ലക്ഷത്തോളം രൂപ അധികമായി വായ്പ എടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ വായ്പ താങ്കൾ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ അത് തീരുന്നില്ല. കാരണം ഈ ഒരു ലോൺ, ഈ എടുത്തിരിക്കുന്ന 1 രൂപ പോലും എനിക്ക് മനസ്സറിവുള്ളതല്ല, 5 പൈസ എൻ്റെ തന്നിട്ടുള്ളതല്ല. എതിലെ പോയി എന്ന് എനിക്കൊരറിവുള്ളതല്ല. എത്ര സെന്റ് വസ്തുവാണ് പണയപ്പെടുത്തിയിരിക്കുന്നത്? 33.5 സെന്റ് സ്ഥലമാണ് പണയം വെച്ചിരിക്കുന്നത്. ആദ്യം പണയം വെച്ചിരുന്നു. നമസ്തേ എന്ന് മൊത്തം പണയം വെച്ചിരിക്കുന്നത്. ആ 7 ലക്ഷം രൂപ എടുത്ത് നമ്മൾ അടയ്ക്കാനായിട്ട് തന്നെയാണ് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇരട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് കുടിശ്ശിക വന്നു പോയത്. എത്ര രൂപ അടയ്ക്കണമെന്നാണ് പറയുന്നത്? ഇപ്പോൾ അവർ 11,36,000 രൂപ ഇപ്പം ഇനി അടയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് യാതൊരു മനസ്സറിവുള്ളതും അല്ല ഈ ലോൺ. താങ്കൾ ഈ 2015 എടുത്ത ആ ലോൺ എത്ര രൂപ അടച്ചിട്ടുണ്ടാവും നിങ്ങളുടെ കണക്ക് പ്രകാരം? 16 ലക്ഷത്തിന് മേളിലോളം ഞാൻ അടച്ചിട്ടുമുണ്ട്. അത് അറിയത്തില്ലായിരുന്നു അത്രയും രൂപ അടയ്ക്കണമെന്നുള്ള. എന്തോ ഇവര് പറയുന്നതനുസരിച്ച് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്തോ എങ്ങനെ അടയ്ക്കുന്നത്? നമ്മൾ തവണ കൊണ്ടുവന്ന് മാസം തോറും 15,000 രൂപ വെച്ച് അടച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 16 ലക്ഷം രൂപ അടച്ച് ഈ 7 ലക്ഷം രൂപ വായ്പ എടുത്തതിൽ 16 ലക്ഷം രൂപ അടച്ചതായിട്ടുള്ള കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്? ഉണ്ട്. എൻ്റെ ബാങ്കിൽ നിന്ന് തന്നെ എടുത്ത രേഖയെല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. പരാതി കൊടുത്തിട്ടുണ്ടോ എവിടെയെങ്കിലും? ഉണ്ട് പരാതി. പിന്നെ ഓംബുഡ്സ്മാൻ, തിരുവനന്തപുരം ഓംബുഡ്സ്മാൻ പരാതി കൊടുത്തു. പിന്നെ ഹൈക്കോടതിയിൽ ഇത് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് ബാങ്കുകാർക്ക് ഞങ്ങൾക്ക് അത് ബാധകമല്ല, ഞങ്ങൾ എപ്പി ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് മാർച്ച് 6-ാം തീയതി പകൽ 12 മണിക്ക് പരസ്യമായി ലേലം ചെയ്യുമെന്ന് എനിക്ക് നോട്ടീസ് തന്നിട്ടുണ്ട്. താങ്കൾക്ക് എന്താണ് ജോലി? എനിക്ക് മേസ്തിരിപ്പണിയാണ്. ഇപ്പം 3 ബ്ലോക്കുള്ളവനാണ്. ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു പണിക്കും പോകുന്നില്ല. ഭാര്യ കാൻസർ രോഗിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇപ്പോഴും ഇരിക്കുന്ന ആളാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ആളാണ്. മക്കളൊക്കെ എത്ര? 3 മക്കളുണ്ട്. പെൺപിള്ളേർ 2 കെട്ടിച്ച് അവർക്കും വലിയ നിവൃത്തിയൊന്നുമുള്ള പാർട്ടിയല്ല. മകനൊരാൾ ചെറിയൊരു ജോലിയുണ്ട്. അവർ
ഗുജറാത്തിൽ കുടുംബമായിട്ട് താമസിക്കുന്നവരാണ്. വലിയ വൻ ശമ്പളമൊന്നും ഉള്ളതല്ല. അപ്പം ചിലവിന് വല്ലതും നമുക്ക് കുറച്ച് അയച്ചു തരും. അങ്ങനെ നിവൃത്തിയില്ലാതെ കഴിയുന്ന ഒരു വീടാണ്. ചങ്ങനാശ്ശേരി കാർഷിക ഗ്രാമവികസന ബാങ്കിലെ കറുകച്ചാൽ ശാഖയിൽ നിന്നാണ് ഇദ്ദേഹം 2015 വായ്പ എടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം 2018 വരെ കൃത്യമായി തിരിച്ചടവ് നടത്തിയിരുന്നു. പിന്നെ ചില ക്രമക്കേടുകൾ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ തിരിച്ചടവ് അദ്ദേഹം മുടക്കുകയായിരുന്നു. പിന്നീടാണ് 2016 മുതൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ വായ്പ എങ്ങനെയോ എടുത്തു എന്ന് ഇദ്ദേഹം പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സറിവില്ല. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നീതി തേടി പല പരാതികളുമായി ഓംബുഡ്സ്മാനെ അടക്കം സമീപിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം നിസ്സഹായ അവസ്ഥയിലാണ്. 11 ലക്ഷം രൂപയോളം അടയ്ക്കണമെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ 33 സെൻറ്റ് വസ്തുവും വീടും ഇപ്പോൾ ജപ്തി ചെയ്യുമെന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ ബാങ്ക് അധികൃതരോട് ഞങ്ങൾ വിശദീകരണം തേടിയിട്ടുണ്ട്. ആദ്യം അവരോട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവർ കൃത്യമായ ഒരു വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ പൊന്നപ്പൻ എന്ന 60 വയസ്സുകാരൻ്റെ അവസ്ഥ 68 വയസ്സുണ്ട്. ഏതായാലും ഈ 68 വയസ്സുള്ള പൊന്നപ്പൻ ആചാരി എന്ന ആളുടെ അവസ്ഥ വലിയ ദയനീയമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ വീട് വിട്ടിറങ്ങേണ്ട ഒരു സാഹചര്യത്തിലാണ്. അദ്ദേഹം എവിടെയാണ് പരാതി നൽകുന്നത്, തന്നെ സഹായിക്കുന്നത് ആരാണ് എന്ന് അറിയുമ്പോൾ പോലുമില്ല. അത്തരത്തിൽ ദുരിതാവസ്ഥയിൽ കഴിയുകയാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇദ്ദേഹം വിളിച്ചപ്പോൾ തന്നെ ഇവിടെ ഓടിയെത്തിയത്. ഏതായാലും ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. നിരവധി കോപ്പറേറ്റീവ് ബാങ്കുകൾ ലോൺ എടുത്തിരുന്നു. നിരവധി ആളുകളുടെ പേരിൽ വ്യാജ രേഖകൾ ചമച്ച് ലോൺ എടുക്കുന്ന നിരവധിയായ സംഭവങ്ങൾ കരുവന്നൂർ പോലെയുള്ള ബാങ്കുകളിൽ അത്തരത്തിലുള്ള സമാനമായ രീതിയിൽ നടക്കുമ്പോൾ ഇദ്ദേഹവും വലിയ മാനസിക വിഷമത്തിലാണ്. തന്നെ ആരെങ്കിലും ചതിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകേണ്ടത് ജനപ്രതിനിധികളടക്കമുള്ള ആളുകളുടെ ആവശ്യമാണ്, ബാങ്ക് അധികൃതരുടെ ആവശ്യമാണ്. അത് ഉടൻ തന്നെ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.